സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാടിന്റെ വിലയേറിയ ദിനത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ ദിനത്തിൽ, പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എന്റെ ഒഫീഷ്യൽ നെയിം ഡാനിയൽ സൗമേൽ എന്നാണ്. എന്റെ സ്വദേശം ആലപ്പുഴ ജില്ലയിൽ അരിപ്പാറിനടുത്ത് വീവരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എന്റെ വീട്ടിലെ പേരാണ് ജോർജ് കുട്ടി. അങ്ങനെയാണ് വീവരം ജോർജ് കുട്ടി എന്ന പേര് എനിക്ക് കിട്ടുവാനൊക്കെ ഇടയായി തരുന്നത്. ഞാനും വിചാരിച്ചു കർത്താവ് സ്വർഗത്തിൽ പോയിട്ട് നസ്രയത്തിലെ അഡ്രസ്സാണല്ലോ വെച്ചത്, നസ്രയനായ യേശു, അതുകൊണ്ട് വീവരം ജോർജ് അറിയപ്പെടുന്നത് തെറ്റില്ല എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ അറിയപ്പെടുവാനിടയായതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എന്റെ മാതാപിതാക്കന്മാർക്ക് 3 ആൺമക്കളുള്ളതിൽ ഇളയവനാവുന്ന എന്നെ ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു എന്നുള്ള പൂർണ്ണ ബോധ്യം വന്നപ്പോൾ 1973, 74 എന്നീ വർഷങ്ങളിൽ കുമ്മനാട്ട് കടന്നുപോയി ദൈവനം പഠിപ്പാൻ ദൈവം എനിക്ക് സാവകാശം തന്നു. തുടർന്ന് 1.5 വർഷം ചെന്നിത്തല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കർത്തൃദാസനോട് ശുശ്രൂഷ പരിചയിപ്പാൻ സാവകാശം ലഭിച്ചു. പിന്നീടുള്ള 8 വർഷം ബോംബെയിൽ പ്രവർത്തിപ്പാൻ ദൈവം സാവകാശം ഒരുക്കി. 85 ആരംഭം മുതൽ 94 വരെ ഷാർജ IPCയുടെ ശുശ്രൂഷയിലായിരിക്കാൻ ദൈവം ഇടയാക്കി. 94 ഞാൻ അമേരിക്കയിലേക്ക് കടന്നുപോയി. 3 വർഷം ന്യൂയോർക്കിലും പിന്നീടുള്ള 3 വർഷം ചിക്കാഗോയിലും ഇപ്പോൾ 12 വർഷമായി ടെക്സസിൽ ഡാളസിൽ പാർത്തുകൊണ്ട് കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് കർത്താവിന്റെ വേലയിലായിരിക്കാൻ ദൈവം എനിക്ക് ഇടയാക്കുന്നു. 3 പുസ്തകങ്ങൾ എഴുതുവാൻ ദൈവം എനിക്ക് ഇടയാക്കി. വിജയകരമായ കുടുംബജീവനം, മദ്യപാനം, നരകത്തിലേക്കുള്ള എളുപ്പവഴി, സിയോൻ സഞ്ചാരി കയറി ഇറങ്ങേണ്ട മലകളും താഴ്വരകളും, അതുപോലെ തന്നെ ചില പ്രസംഗ കാസറ്റുകൾ പ്രസിദ്ധീകരിക്കാനിടയാക്കി. indiachristien.com അടിച്ച് അതിനകത്ത് വീവരം ജോർജ് കുട്ടി അടിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അങ്ങനെ ആ രീതിയിലും ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് കർത്താവിന്റെ പേരിൽ അധ്വാനിപ്പാൻ ദൈവം എനിക്കിടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
എന്റെ പിന്നിൽ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരുടെ ഒരു വലിയ നിര ഞാൻ കാണുന്നുണ്ട്. അവരുടെ മധ്യത്തിൽ ദൈവമായി എഴുന്നേറ്റ് നിൽപ്പാൻ ദൈവം എനിക്ക് എന്ന ഭാഗ്യത്തെ ഓർത്ത് തിരുനാമത്തെ വാഴ്ത്തുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഈ 3 ദിവസങ്ങളിലും ശക്തമായി ദൈവത്തിന്റെ വചനം നമ്മുടെ മധ്യേ ദൈവം അരുളി ചെയ്യുവാൻ ദൈവജനം പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇന്ന് കടന്നു വന്ന നിങ്ങൾ നാളെയും കടന്നു വരണം. ഞാൻ ഒരേ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ ദിവസങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഏതെങ്കിലും ഒരു ദിവസങ്ങൾ നിങ്ങൾ മിസ് ചെയ്തു പോയെങ്കിൽ ആ തുടർന്നുള്ള വിഷയങ്ങൾ നഷ്ടപ്പെടുവാനിടയായിത്തീരും. പ്രത്യേകിച്ച് സമാപന രാത്രിയിൽ മരണാനന്തരം ഉള്ള നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏതെല്ലാം വ്യതിയാനങ്ങൾ നമ്മൾ ഏവരും അറിഞ്ഞിരിക്കുന്നു. കർത്താവ് വരും, നാം ഉയർത്തെഴുന്നേൽക്കും, സ്വർഗത്തിൽ പോവും, അത് കഴിഞ്ഞ് 1000 ആണ്ട് ഭൂമിയിൽ വാഴുമെന്നൊക്കെ നമ്മൾ അറിയുമ്പോൾ തന്നെ മരണാനന്തരം പ്രാപിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേകതകൾ ആദിയായ പല കാര്യങ്ങൾ ബുധനാഴ്ച രാത്രി യോഗത്തിൽ ഞാൻ കർത്താവ് അനുവദിച്ചാൽ പ്രസംഗിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും അത് പലർക്കും അറിയത്തില്ല. എന്നാൽ അന്ന് രാത്രി പ്രസംഗിക്കപ്പെടുന്ന ദൈവം അനുഗ്രഹമായി തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് സമാപന രാത്രിയും നിങ്ങൾ എല്ലാവരും വരണം. നമ്മൾ മരിച്ചു കഴിഞ്ഞാലുള്ള നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥകളും രീതികളും ആദിയായ എല്ലാ കാര്യങ്ങളും ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഞാനിവിടെ പ്രസ്താവിക്കപ്പെടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവമുമ്പാകെ ആയിരിക്കാം. ഞാൻ മെയിനായിട്ട് ഈ 3 ദിവസങ്ങളിലും നമ്മൾ അറിയപ്പെടേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് അറിവാനായിട്ടാണ്, പ്രസംഗിപ്പാനായിട്ടാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ആരംഭകാലങ്ങളിൽ അപ്പോസ്തലന്മാരുടെ കാലങ്ങളിൽ ഈ യോഗങ്ങൾക്ക് കൊടുത്തിരുന്ന പേര് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നായിരുന്നു. ഇന്ന് നമ്മുടെ കൺവെൻഷൻ സ്റ്റേജുകളിൽ പ്രസംഗം തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അറിയാതെ എവിടെയോ അന്യപ്പെട്ടുപോയി. ഇന്ന് വേദികൾ പ്രോസ്പിരിറ്റി ഗോസ്പൽ എന്ന് വെച്ചാൽ സൈക്കിളുമായി വന്നാൽ കാറുമായി തിരിച്ചു പോകാം, നിന്റെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം ദൈവം തരും, എല്ലാം അത് ഞാനും പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ അതിന് മെയിനായിട്ട് വേണ്ടത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, നമ്മൾ പല കാര്യങ്ങൾ അറിയപ്പെടുന്നതിനേക്കാൾ അറിയപ്പെടേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അറിവാണ് ദൈവജനത്തിന് വേണ്ടത്. പണ്ട് കേരളത്തിൽ വന്ന സായിപ്പ് വള്ളത്തെ കയറിയ കഥയെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. വള്ളത്തെ കയറി ദ്വിഭാഷ മുഖാന്തരം സംസാരിച്ചപ്പോൾ വള്ളക്കാരനോട് ചോദിച്ചു, ബയോളജി അറിയാമെന്ന് ചോദിച്ചു. വള്ളക്കാരൻ പറഞ്ഞു അറിയത്തില്ല. അപ്പൊ സായിപ്പ് പറഞ്ഞു, നിന്റെ ആയുസിന്റെ 1/4 ഭാഗം വെള്ളത്തിലായെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചോദിച്ചു, സുവോളജി അറിയാമെന്ന് ചോദിച്ചു. അതും അറിയത്തില്ല. നിന്റെ ആയുസിന്റെ 1/2 ഭാഗം വെള്ളത്തിലായെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചോദിച്ചു, തിയോളജി അറിയാമെന്ന് ചോദിച്ചു. അതും അറിയത്തില്ല. നിന്റെ ആയുസിന്റെ 3/4 ഭാഗം വെള്ളത്തിലായെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരു മഴയും കാറ്റും എല്ലാം കൂടെ വന്നു, വള്ളത്തെ വെള്ളം കയറിയപ്പോ അപ്പൊ വള്ളക്കാരൻ ചോദിച്ചു, സായിപ്പെ നീന്തോളജി അറിയാമെന്ന് ചോദിച്ചു. സായിപ്പ് പറഞ്ഞു അറിയത്തില്ലെന്ന് പറഞ്ഞു. എന്നാ നിന്റെ ആയുസ് മുഴുവൻ വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞു. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ അറിയുന്നതിനേക്കാൾ നല്ലത് അറിയപ്പെടേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് അറിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു ലോകം മനുഷ്യൻ അല്ലെങ്കിൽ ദൈവഭാഗത്ത് ഒരാൾ വന്നാൽ ആദ്യമേ ഫസ്റ്റ് സ്റ്റെപ്പ് നഴ്സറി ക്ലാസ് ആദ്യമേ അറിയേണ്ട കാര്യം അത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 42-ാം വാക്യത്തിലുണ്ട്. ഞാൻ വായിക്കുന്നു, ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ അറിവ് നമ്മുടെ കർത്താവ് നമ്മുടെ രക്ഷകനാണെന്നുള്ള ഒരു അറിവാണ് ആദ്യമേ ഒരാൾ പ്രാപിക്കപ്പെടേണ്ട അറിവ്. അതാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പുറകാലെ അറിയാം. ഒരാൾ രക്ഷിക്കപ്പെടാൻ 2 കാര്യം അറിഞ്ഞാൽ മതി. ബൈബിൾ മൊത്തം പഠിക്കേണ്ട ഒരാൾ രക്ഷിക്കപ്പെടാൻ. ഒരാൾ രക്ഷിക്കപ്പെടാൻ 2 കാര്യം അറിഞ്ഞാൽ മതി. ഒന്ന്, അവൻ അറിയണം ഞാൻ പാപിയാണെന്നുള്ള അറിവനുണ്ടായിരിക്കണം. രണ്ടാമത്, എന്റെ പാപത്തിന് പകരമാണ് യേശു ക്രിസ്തു മരിച്ചത് എന്നവൻ അറിയണം. ഈ 2 കാര്യം ആരെപ്പോഴറിയുമോ അപ്പോൾ അവൻ രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരും സീരിയസ് ആയിരിക്കേണ്ട. ഇടയ്ക്ക് സ്തോത്രമൊക്കെ, പ്രത്യേകിച്ച് വേദികളിൽ ഇരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ എന്റെ പ്രസംഗത്തിൽ പത്രോസ് എഴുന്നേറ്റ് നിന്നപ്പോൾ 11 പേരോട് എന്ത് ചെയ്തു? എഴുന്നേറ്റ് നിന്ന പ്രകാരം നിങ്ങളുടെ ബാക്ക് സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഓർമ്മിക്കട്ടെ, ഒരു വലിയ അനുഗ്രഹത്തിന്റെ കവാടം ദൈവം നമുക്ക് വേണ്ടി തുറക്കുവാൻ ദൈവമാണ് കർത്താവ് ഇടയാക്കുമാറാകട്ടെ. അപ്പൊ യേശു ലോക രക്ഷിതാവാണെന്നുള്ള അറിവ് ബൈബിൾ ഉച്ചൈശ്വരം വിളിച്ചു പറയുന്നു. കർത്താവ് പറയുന്നു, ദൈവവചനം പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ
മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമം ഒഴികെ വേറെ ഒരു നാമവുമില്ല. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ആകാശത്തിന്റെ കീഴ് മറ്റൊരുത്തൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ആമേൻ. യേശു ഒരിക്കൽ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ കൂടെ ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. ഒരൊറ്റ അവതാര പുരുഷന്മാരിൽ വിശ്വസിച്ചാലും നിത്യത പ്രാപിപ്പാൻ കഴിയത്തില്ല. യേശു ക്രിസ്തു എന്ന ഒറ്റ നാമം മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ നിത്യത പ്രാപിപ്പാൻ ഒരാൾക്ക് കഴിയുള്ളൂ എന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കണം. യോഹന്നാൻ 3:16 പറയും, തന്റെ ഏകജാതനാകുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ തന്നത് അവനിൽ കൂടെ നിത്യജീവൻ നാം പ്രാപിക്കേണ്ടതിനാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന പ്രിയപ്പെട്ടവർ കരങ്ങളെ ഉയർത്തി ശബ്ദമായിട്ട് സ്തോത്രം ചെയ്തോട്ട്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട്, കർത്താവിന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേത് മാത്രമല്ല, സർവ്വ ലോകത്തിന്റെയും പാപങ്ങൾക്ക് തന്നെ. എന്തുകൊണ്ടാ പാപപരിഹാരമായ കർത്താവിനെ അയച്ചത്? ബൈബിൾ പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. ആകാമ്യ പാപത്താൽ ജനിക്കുന്ന എല്ലാ മാനവജാതിയും ദൈവത്തിന് മുൻപാകെ പാപിയാണ്. പാപിയായ മനുഷ്യന് നീതീകരണം കൊടുക്കുവാൻ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ മാത്രമേ കഴിയുള്ളൂ. ചിലർ ധരിച്ചു വച്ചിരിക്കുന്നത് നല്ലതുപോലെ പ്രാർത്ഥിക്കുക, ദാനകർമ്മങ്ങൾ ചെയ്യുക, ഭക്തിയോടെ ജീവിക്കുക, ആര് ചെയ്താൽ അവൻ നിത്യത പ്രാപിക്കുമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ബൈബിൾ വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനും ജനത്തിനു വളരെ ധർമ്മം കൊടുത്തവനും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനുമായിരുന്നു. വീണ്ടും അവനെ കുറിച്ച് പറയുന്ന, അവൻ നീതിമാനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായിരുന്നു. കൊർന്നല്യോസ് ജാതിയനാ, എന്നാ ഭക്തനാ, എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാ, ദാനകർമ്മം കൊടുക്കുന്നവനാ, ദൈവത്തെ ഭയപ്പെടുന്നവനാ, നീതിമാനാ. അവിടെയുള്ള യഹൂദന്മാരെല്ലാവരാലും നല്ല സാക്ഷ്യം പ്രാപിച്ചവനാ. നമ്മുടെ ഭാഷയിൽ അവൻ സ്വർഗത്തിൽ പോണം. അവന് സ്വർഗമില്ല. നീ രക്ഷ പ്രാപിക്കണമെങ്കിൽ അവന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. ദൈവം ഒരു ദൂതനെ അയച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, നീ കുടുംബവും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകള് പത്രോസിനെ വിളിച്ചുകൊണ്ടുള്ള പ്രസംഗം കേൾക്കാൻ പറഞ്ഞു. അപ്പൊ നീ നല്ലവനായി ജീവിച്ചാൽ സ്വർഗം കിട്ടത്തില്ല, പ്രാർത്ഥിച്ചാൽ സ്വർഗം കിട്ടത്തില്ല, സൽപ്രവർത്തി ചെയ്താൽ സ്വർഗം കിട്ടത്തില്ല, സകല കുടുംബത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെട്ടാൽ സ്വർഗം കിട്ടത്തില്ല, നീ ഏതെല്ലാം പുണ്യപ്രവൃത്തി ചെയ്താലും സ്വർഗം കിട്ടത്തില്ല. ദൈവവചനം കേട്ട് രക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നിനക്ക് നിത്യത പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം ദൈവജനം മറന്നു പോകരുത്. പത്രോസിനെ വിളിച്ചോണ്ടും ദൈവവചനം കേട്ടതായി ദൈവനം വായിക്കുന്നു. നമുക്കറിയാം, ദൈവത്തിനെ നോട്ട് നമ്മളെല്ലാവരും പാപികളാണ്. ഞാൻ ഉദാഹരണം കൊണ്ട് തെളിയിക്കാം. എനിക്കൊരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ, അവൻ പെട്ടെന്ന് കുഷ്ഠരോഗിയായി. അവനൊരു കടയിൽ കയറി നെയ്യപ്പം നിന്നോണ്ട് നിൽക്കുക. ഞാൻ അതുവഴി പോയപ്പോൾ അവനെന്നെ വിളിച്ചു, ജോർജ് കുട്ടി ഇങ്ങോട്ട് വന്നേ, ഒരു നെയ്യപ്പം നിന്നെന്നും പറഞ്ഞ് അവന്റെ കൈയെല്ലാം പഴുത്തെറിഞ്ഞിരിക്കുക. ആ കൈ കൊണ്ടൊരു നെയ്യപ്പം മേടിച്ച് എനിക്ക് തന്നാൽ, ശാരീരിക വിശുദ്ധിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ ഞാൻ ആ നെയ്യപ്പം മേടിക്കത്തില്ല. പാപിയായ ഒരു മനുഷ്യൻ ദൈവത്തിന് കൊടുക്കുന്ന എല്ലാ കാഴ്ചകളും അതുപോലെയാ. നിന്റെ ദൈവത്തിന് ഇഷ്ടമാ, നീ കൊടുക്കുന്ന എണ്ണ ദൈവത്തിന് ഇഷ്ടമാ. പാപി കൊടുത്താൽ ദൈവത്തിന് വേണ്ട. നീ കൊടുക്കുന്ന നേർച്ച ദൈവത്തിന് ഇഷ്ടമാ. പാപം മാറ്റപ്പെടാതെ നീ കൊടുത്താൽ ദൈവത്തിന് വേണ്ട.
നീ കത്തിക്കുന്ന മെഴുകുന്നത് ദൈവത്തിന് ഇഷ്ടമോ? നിന്നെ ദൈവത്തിന് ഇഷ്ടമോ? എന്നാൽ നിന്റെ പാപത്തിന് വിടുതൽ വരാറ് നീ അർപ്പിച്ചാൽ ദൈവത്തിന് വേണ്ട. ആയിരക്കണക്കിന് ബാറിൽ എണ്ണ ഭൂമിയുടെ അടിയിൽ നിക്ഷേപിച്ച ദൈവത്തിന് നീ എണ്ണ കൊടുത്ത് പ്രസാദിപ്പിക്കാമെന്ന് നീ ചിന്തിക്കരുത്. സൂര്യനെയും ചന്ദ്രനെയും നമുക്ക് വേണ്ടി ഉദിപ്പിച്ച ദൈവത്തിന് നീ മെഴുകുതിരി കത്തിച്ച് നീ രക്ഷ പ്രാപിക്കാമെന്ന് വിചാരിക്കരുത്. ഇടിവെട്ടിക്കുന്ന ദൈവത്തിന് നീ വെടി നേർന്നാൽ നിത്യത പ്രാപിക്കാമെന്ന് ചിന്തിക്കരുത്. അതെല്ലാം ഭോഷത്വമായ കാര്യമാണ്. ദൈവത്തിന് വേണ്ടിയത് നിന്നെയാണ് വേണ്ടിയത്. നിന്റെ പാപം ഏറ്റു പറഞ്ഞു നീ ദൈവത്തിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോഴാണ് ദൈവം നിന്നെ രക്ഷിക്കുന്നത്. സ്വയരക്ഷ മനുഷ്യനില്ല. ഞാനിപ്പോ വെള്ളത്തിൽ കുടിശ്ശിയാവാൻ പോവുക. ഞാൻ വെള്ളത്തിൽ നീന്തി താഴാൻ പോകുമ്പോൾ ഞാൻ എന്റെ മുടിയെ പിടിച്ച് നേരെ മേപ്പോട്ടൊക്കെ പൊക്കുക, രക്ഷ പിടിക്കുവാൻ. മുടി ചിലത് പറഞ്ഞെന്റെ കയ്യിൽ ഇരിക്കുമെന്നല്ലാതെ എനിക്ക് രക്ഷയില്ല. അപ്പോഴാണ് മതങ്ങൾ വരുന്നത്. മതങ്ങൾ എന്ന വാക്കിന്റെ അർത്ഥം അഭിപ്രായമെന്ന്. മതങ്ങളെല്ലാം കരയ്ക്ക് വന്ന് നിൽക്കുക. അവര് പറഞ്ഞു, ജോർജ് കുട്ടി നീ താഴത്തില്ല, ശ്വാസം പിടിച്ചോ, കാല് പൊളിക്കെ അനക്കിക്കോ, കൈ അനക്കിക്കോ, വെള്ളത്തിൽ താഴാൻ പോലെ എന്നോട് ഇങ്ങനൊക്കെ പറഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയുമോ? മതങ്ങളെല്ലാം അഭിപ്രായം പറയുമ്പോൾ രക്ഷിപ്പാൻ ഒരുത്തൻ എന്റെ കൂടെ വെള്ളത്തിൽ ഇറങ്ങണം. ഇറങ്ങുന്നയാൾ എന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായിരിക്കണം. യേശു നിന്നോട് വെല്ലുവിളിച്ചു, നിങ്ങളിൽ ആരെന്നെ പാപത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തും? യൂദാ പോലും പറഞ്ഞു, കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. നിഷ്കളങ്കനാകുന്ന യേശുവാണ് നമ്മെ രക്ഷിപ്പോൾ ഈ താണകുടിയിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ രക്ഷിച്ച ആ രക്ഷയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനിയും ദൈവമായി വന്നാൽ വീണ്ടെടുപ്പ് നടക്കുമോ? നടക്കത്തില്ല. ദൈവമായി നമ്മെ വീണ്ടെടുക്കാൻ വന്നെന്നിരിക്കട്ടെ. ദൈവം സൃഷ്ടിച്ച ഒരു ഗോളമാ സൂര്യൻ. ദൈവത്തെ തന്റെ മഹത്വത്തിൽ ആർക്കും കാണുവാൻ കഴിയത്തില്ല. ശ്രാപന്മാര് പോലും സ്വർഗത്തിൽ ആരാധിക്കുമ്പോൾ രണ്ടുകൊണ്ട് അവർ മുഖം മൂടിക്കൊണ്ടാണ് ആരാധിക്കുന്നത്. കാരണം തേജസ് കാണുവാൻ കഴിയത്തില്ല. കർത്താവിന്റെ തേജസ്സിന്റെ അല്പ സാരാംശം കണ്ടവരൊക്കെ താഴെ വീണു. അപ്പൊ ദൈവമായി വന്നാൽ നമ്മുടെ വീണ്ടെടുപ്പ് നടക്കുമോ? നിങ്ങൾക്കറിയാം, ട്രാൻസ്ഫോമറിൽ ഒരു തലയോട്ടിയും 2 അസ്ഥികഷ്ണം വെച്ചിട്ട് അപായം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് പറയുന്നത് ഇങ്ങനെ, ഞാൻ പവർ കൂടിയതാ, എന്നെ തൊട്ടാ നിങ്ങൾ ഇതുപോലെ ആവുമെന്ന്. അപ്പൊ ദൈവം നമ്മെ രക്ഷിപ്പാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ പാപിയായ മനുഷ്യൻ ദൈവത്തിന്റെ അടുത്തോട്ട് ചെന്നിരിക്കട്ടെ, ചെല്ലുന്നവൻ താഴെ വീഴും. മാറ്റില് പോലെ കഴിഞ്ഞു പോകും എല്ലാവരും. അപ്പൊ രക്ഷിക്കാൻ വരുന്നതിന് പകരം സംഹാരം മാത്രമേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവം ആരായിട്ട് വരണം? ദൈവം മനുഷ്യരെക്കാട്ടിൽ കുറഞ്ഞ ഒരു അവതാരത്തിൽ വന്നാൽ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഞാൻ ഉദാഹരണം പറയാം. കാട്ടില് ഈ ആന ഒരു കുഴി വീണെന്നിരിക്കട്ടെ. ആന കുഴി വീണു. അപ്പൊ കുറെ ആടെല്ലാം കൂടെ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ആന കുഴി വീഴുന്നത്. ആന വിചാരിച്ചു ഇത് മൃഗത്തിൽപ്പെട്ട ഒരാളല്ലോ, അതിനെ രക്ഷിക്കാൻ ചൊല്ലി ആടെല്ലാം കൂടെ വടം എടുത്തുകൊണ്ട് വന്നു. ആനയെ രക്ഷിക്കാനായിട്ട് കയറി പിടിച്ചു. ആടാടുന്നു അല്ലാതെ ആന കയറത്തില്ല. ആനയെ കേട്ടിടണമെങ്കിൽ ആന തന്നെ വരണം. അപ്പൊ ദൈവമായി വന്ന മനുഷ്യന് വീണ്ടെടുപ്പ് നടക്കത്തില്ല. പിന്നെ ദൈവം മനുഷ്യനെക്കാട്ടി കുറഞ്ഞ ഒരാൾക്ക് വീണ്ടെടുപ്പ് നടക്കത്തില്ല. പിന്നെ ദൈവം ആരായിട്ട് വരണം? മനുഷ്യനായി തന്നെ വരണം. പണ്ടൊരിക്കൽ ഒരു സന്യാസിയുടെ, ഒരു ജൈനമരത്തിൽപ്പെട്ട ഒരു സന്യാസിയുടെ ദേഹത്ത് താടിയെ നീറ് കയറി. നീറിനോട് പുള്ളി പറഞ്ഞു, നീറെ ഇറങ്ങിപ്പോയി, ഞാൻ കൊല്ലത്തിലെന്ന് പറഞ്ഞു. നീറിറങ്ങിപ്പോയില്ല. ഉടനെ പുള്ളി ഒരു നീറും കൂട്ടിന് അവിടെ ചെന്ന് താടി അങ്ങനെ വെച്ച് കൊടുത്ത് ഇറങ്ങിപ്പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കറിയാമല്ലോ, നീറും കൂട്ടുള്ള നീറ് മുഴുവൻ തന്റെ താടിയെ കയറി. പിന്നെ എല്ലാത്തിനെ കൊല്ലേണ്ടി വന്നു. അപ്പോൾ നീറിന്റെ കാര്യം പഠിക്കണമെങ്കിൽ നമ്മൾ നീറാകണം, അല്ലെങ്കിൽ നീറ് നമ്മളെ പോലാകണം. അപ്പൊ മനുഷ്യരെ വീണ്ടെടുക്കാൻ കർത്താവ് എന്ത് ചെയ്തു? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു. ഫിലിപ്പിയർ പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒടിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അപ്പൊ ദൈവം നമ്മെ രക്ഷിപ്പാൻ മനുഷ്യ വേഷത്തിൽ ജഡത്തിൽ വെളിപ്പെട്ടവരാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ കർത്താവ് ആരാണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ദൈവമായിരുന്നവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കർത്താവിന്റെ ജനനം തന്നെ അത്ഭുതമായിരുന്നു. പുരുഷബന്ധം കൂടാതെ വചനം ജഡമായി കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. അവന്റെ ജനനത്തിങ്കൽ തന്നെ സ്വർഗീയ ദൂതന്മാർ
സ്വർഗത്തിൽ നിറങ്ങി വന്ന പാട്ടുകൾ പാടി അവന്റെ ജനത്തെ വിളിച്ചറിയിച്ചുകൊണ്ട് ഒരു പ്രത്യേക നക്ഷത്രം അവന് വേണ്ടി ഉദിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി, നിങ്ങൾക്കറിയാം, വെള്ളം വീഞ്ഞാക്കി തന്റെ അത്ഭുത പ്രവൃത്തി അന്നു തൊട്ട് ആരംഭിച്ചു. അവൻ രോഗികളെ സൗഖ്യമാക്കി, കുരുടന്മാർ കണ്ടു, ചെകിടന്മാർ കേട്ടു, പക്ഷപാത രോഗി കിടക്കയുമായി നടന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി, മുടന്തന്മാർ നടന്നു, ഭൂതഗ്രസ്തർ വിടുതൽ പ്രാപിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, കടലിൻ നീരെ അവൻ നടന്നു, കാറ്റിനെയും കടലിന്റെ കോപത്തെയും അവൻ ശാസിച്ചു, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. അവൻ ആരാണ്? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവത്തിന്റെ പുത്രനെന്ന് ശക്തിയോടെ വെളിപ്പെടുത്തിയവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഒടുവിൽ ഗെത്സമനാം തോട്ടത്തിൽ പ്രാർത്ഥിപ്പാൻ പോയി ശിഷ്യന്മാരിൽ 7 പേരെ ഇടത്തിരുത്തി, 3 പേരെ അല്പം കൂടെ 8 പേരെ ഇടത്തി 3 പേരെ അല്പം കൂടെ മാറ്റിയിരുത്തി, 7 പേരെ ഇടത്തി 3 പേരെ അല്പം കൂടെ മാറ്റിയിരുത്തി ഒരു കല്ലേറ് ദൂരം അവൻ ചെന്ന് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. പിതാവായ ദൈവം ഒരു പാനപാത്രം തന്റെ മുമ്പിൽ ഇറക്കി കൊടുത്തു. ആ പാനപാത്രം കണ്ട് കർത്താവ് തകർന്നുപോയി. ഇത് കുടിച്ചാൽ അവൻ മരിക്കണം. എന്താ ഈ പാനപാത്രത്തിലെ വിഷയം? ദൈവം പണ്ടൊരു നിയമം ചെയ്തു, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. ആ മരണത്തിന്റെ വിഷസത്താണ്, ആദാമ്യ പാപത്തിന്റെ വിഷസത്താണ് കർത്താവിന്റെ മുൻപാകെ ഇറക്കി കൊടുത്തിരിക്കുന്നത്. കർത്താവിന് അറിയാം ഇത് കുടിച്ചാൽ മരണം പ്രാപിച്ചേ പറ്റത്തുള്ളൂ. ആദ്യമേ പ്രാർത്ഥിച്ചു, പിതാവേ ഇത് എങ്കിൽ നീങ്ങിപ്പോകുവാൻ പ്രാർത്ഥിച്ചു. 3-ാമത്തെ പ്രാവശ്യം പറഞ്ഞു, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിവർത്തിക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങി പാനം ചെയ്തു. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ യൂദായുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആൾക്കാർ വന്ന് കർത്താവിനെ കാണിച്ചു കൊടുത്ത് അവനെ പിടിച്ച് 6-7 കോടതികളിൽ കർത്താവിനെ വിസ്തരിച്ചു. ഒരു വിസ്താരത്തിൽ അവനൊരു കുറ്റം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പീലാത്തോസ് പറഞ്ഞു, ഞാൻ കുറ്റം കാണുന്നില്ല, ഇവനെ ഞാൻ അടുപ്പിച്ചു വിട്ടയക്കെന്ന് പറഞ്ഞു. അപ്പോൾ അവര് പറഞ്ഞു, നീ കൈസറുടെ സ്നേഹിതനല്ല, അവനെ കൊല്ലുക തന്നെ വേണമെന്ന് പറഞ്ഞു. പുരുഷാരം ആരവാരവും അധികമായപ്പോൾ പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് ക്രൂശിപ്പാനായി ഏൽപ്പിച്ചു കൊടുത്തു. 2 ശിക്ഷ ഒരുപോലെ ഏറ്റവനാണ് കർത്താവ്. എന്തിനാ 2 ശിക്ഷ ഏറ്റത്? അടുപ്പിച്ചയാളെ പിന്നെ ക്രൂശിക്കാൻ പാടില്ല, ക്രൂശിക്കാൻ മരിക്കുന്ന ഒരാളെ പിന്നടിക്കാൻ പാടില്ല. അന്നത്തെ അവരുടെ രീതി 40 അടിയാണ്. 40 അടിച്ചാൽ പിന്നെ അടിക്കാൻ പാടില്ല. യേശുവിന്റെ വസ്ത്രമെല്ലാം പരിച്ചുരിച്ച് കൈകൾ കെട്ടി ആ നഗ്നമായ ശരീരത്തിന്റെ ചാട്ടവാറ് കൊണ്ടാണ് അടിക്കുന്നത്. 40 അടി അടിക്കും. ഓരോ അടി അടിക്കുമ്പോഴും ചാട്ടവാറ് എന്ന് വെച്ചാൽ തോച്ചുള്ളിലെ പിരിച്ചുണ്ടാക്കിയിരിക്കുന്ന ചാട്ടവാറാണ്. ഈയക്കട്ടി, അസ്ഥികഷണം, ചൂണ്ട, ഇത് 3ഉം കൂടെ ചേർത്ത് പിരിച്ചുണ്ടാക്കിയെന്ന്. ഈ അടി കൊള്ളുമ്പോൾ ഈയക്കട്ടികളെ ശക്തിയോടെ കർത്താവിന് പുറത്തു കൊള്ളും. അവര് വെട്ടിച്ചൊരു പിടിപിടിക്കുമ്പോൾ ഈ ചൂണ്ടയോടുകൂടെ മാംസ പീസുകൾ പറഞ്ഞു വന്നു. അതിനെക്കുറിച്ച് പ്രവാചകൻ എഴുതിയിരിക്കുന്നത്, ഉഴവുകാരന്റെ മുതുകിന് നില ഉരുതു, ഉഴവ് ചാലുകളെ നീളത്തിൽ കീറി. എന്തിനാ കർത്താവ് അടി കൊണ്ട് അങ്ങനെ പുറം കീറിയത്? ദൈവമേ, നീ ഓർക്കണം, അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിനെ ക്രൂശിക്കുക മാത്രമാണ് ചെയ്തിരുന്നതെങ്കിൽ നമുക്ക് സൗഖ്യം കിട്ടത്തില്ലായിരുന്നു. അവന്റെ ഓരോ പൊട്ടലും ഓരോ മുറിവും അവന്റെ മേത്ത് അങ്ങനെ കീറുവാൻ ഇടയായതിന്റെ ഫലമായി. അതുകൊണ്ടാണ് ദൈവമക്കൾക്ക് രോഗസൗഖ്യം കർത്താവിന്റെ നാമത്തിൽ ലഭിക്കുന്നത് കൊണ്ട് ഞാൻ തിരുനാമത്തെ വാഴ്ത്തുന്നു. കർത്താവിന് 2 ശിക്ഷയും കർത്താവ് ഏറ്റതുകൊണ്ട് കർത്താവിന്റെ വലിയ നാമത്തെ ഞാൻ വാഴ്ത്തിയ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കർത്താവ് പത്രോസിനെ ഒന്ന് നോക്കി. പത്രോസിന് മാനസാന്തരം ഉണ്ടായി. അത് സാത്താൻ കണ്ടു. അടുത്ത പദപ്രയോഗം സുവിശേഷം വായിക്കുമ്പോൾ ഉടനെ അവർ അവന്റെ കണ്ണ് കെട്ടി. സാത്താന് മനസ്സിലായി, പത്രോസിനെ നോക്കിയപ്പോൾ അവൻ അനുതാപം ഉണ്ടായെങ്കിൽ ഇനി അവൻ അനേകരെ നോക്കിയാൽ അനേകർക്ക് പാപബോധമുണ്ടാവും. ഇനി ഇവൻ ആരെ നോക്കരുത്. അവർ അവന്റെ കണ്ണ് കെട്ടി. അവന്റെ കണ്ണത്ത് അവർ മുച്ചു ചുരുട്ടി കുത്തി. അവന്റെ മുഖത്തെ രോമങ്ങളെല്ലാം പറിച്ചെടുത്തു. ഉത്തമഗീതം വായിക്കുമ്പോൾ എന്റെ പ്രിയൻ വെൺപയും ചുമപ്പുള്ളവൻ 10,000 അതിശ്രേഷ്ഠന്റെ ശൂരവി പാടുമ്പോൾ കർത്താവിന്റെ മുഖമെല്ലാം
ഈ രോമങ്ങൾ പറിച്ചെടുത്താൽ നീർക്കെട്ട് കൊണ്ടങ്ങ് തീർത്തു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ നമുക്ക് വേണ്ടി വിരൂപമായി തീർന്നു. അവന്റെ തലയിൽ മുള്ളുകൊണ്ട്, കാട്ടുവള്ളിയാവുന്ന വലിയ മുള്ളുകൾ അവന്റെ തലയിൽ വെച്ചിട്ട് കോലുകൊണ്ട് ആഞ്ഞ് അടിച്ചു. ആ മുള്ളുകൾ കണ്ണിൽ വരെയും തുളച്ചു വരത്തക്ക നീളമുള്ള മുള്ളുകളായിരുന്നു. അവരവന്റെ മുഖത്ത് തുപ്പി, അവനെ മുച്ചു ചുരുട്ടി കുത്തി, ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചു. ഇതെല്ലാം കർത്താവേറ്റു. ഒടുവിൽ ഭാരമേറിയൊരു മരക്കുരിശ് യേശുവിന്റെ തോളിൽ വെച്ചു. ചില ദിവസങ്ങളായി വേണ്ടവണ്ണം ഭക്ഷിക്കുക പോലും ചെയ്യുവാൻ കഴിയാത്ത കർത്താവ്. ഓർക്കണം, കർത്താവ് ദൈവമായിരിക്കുമ്പോൾ തന്നെ നമ്മളെപ്പോലെ ഒരു മനുഷ്യനോ, നമ്മെപ്പോലെ ഒരു മനസ്സിനോ ആ ഭാരമേറിയ മരക്കുരിശ് ചുമന്നുകൊണ്ട് ഗോൽഗോഥാ മലമുകൾ കയറി പോവാൻ എന്റെ യേശുവിന് പ്രയാസം തോന്നി. പല പ്രാവശ്യവും വീണു. കരുണ കൂടാതെ റോമൻ പടയാളികൾ പിന്നെയും പിന്നെയും അവനെ അടിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ ഓർക്കണമേ, നമ്മുടെ കാലുകൊണ്ട് അരുതാത്ത പാതയിൽ പോയതിന്റെ ഫലമായി യേശുവിന്റെ കാലുകൾ ആണിയോട് ചേർത്ത് അടിക്കപ്പെട്ടു. നമ്മുടെ കൈകൊണ്ട് അരുതാത്ത ചെയ്തതിന്റെ ഫലമായി അവന്റെ കരം നമുക്ക് വേണ്ടി ആണി അടിക്കപ്പെട്ടു. നമ്മുടെ തലച്ചോറ് കൊണ്ട് അരുതാത്ത ചിന്തിച്ചതിന്റെ ഫലമായി കർത്താവിന്റെ തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ടു. ഹല്ലേലൂയ. ഒടുവിൽ വയലിൽ വരെ കുറേനക്കാരനായ ശിമോനെ കൊണ്ട് ക്രൂശിന്റെ ഒരു ഭാഗം ചുമപ്പിച്ചു. യേശുവിനെ കൊണ്ട് ഗോൽഗോഥാ മലമുകളിൽ ചെന്നു. യേശുവിനെ ക്രൂശിന്മേൽ വിരിച്ചു കിടത്തി. ഒന്നാമത്തെ ആലാം പഴം പറിപ്പാൻ മരത്തിന്മേൽ കൈനീട്ടിയപ്പോൾ ഇതാ ഒടുക്കത്തെ ആലാം നമുക്ക് വേണ്ടി മരത്തിന്മേൽ ആണിയടിപ്പാനായി കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആ ക്രൂശ് പൊക്കിയെടുത്തു. ശക്തന്മാരാകുന്ന റോമൻ പടയാളികൾ പാറയിൽ വെട്ടിയ കുടിയിലിട്ട് ആ ക്രൂശിട്ട് ഉറപ്പിച്ചപ്പോൾ അവന്റെ ശരീരമെല്ലാം ആടി ഉലഞ്ഞു. അവന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടുപോയി. ആർക്കെങ്കിലും സഹതാപം തോന്നുമെന്ന് തോന്നി. ആരെയും കണ്ടില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി. ആരെയും കണ്ടില്ല. തന്നെ കൈവിടാത്ത പിതാവിങ്കിലേക്ക് താൻ മുഖം ഉയർത്തി. പിതാവിന്റെ മകനാണ്, കാര്യം ശരിയാണ്. എന്നാൽ മനുഷ്യന് പകരമായുള്ള പാപം ഇവൻ ഏറ്റെടുത്തതുകൊണ്ട് ദൈവം ഒരു പാപിയെ നോക്കുന്നത് പോലെ മുഖം മറച്ചു കളഞ്ഞു. കർത്താവ് കാൽവരി കുരിശിൽ കിടന്നുകൊണ്ട് കരഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് നിലവിളിച്ച് അവൻ തന്റെ പ്രാണനെ പിതാവിന്റെ പക്കൽ ഏൽപ്പിച്ചു. നട്ടുച്ചയ്ക്ക് സൂര്യന് കണ്ടുകൊണ്ടിരിപ്പാൻ കഴിഞ്ഞില്ല, സൂര്യൻ ഇരുണ്ടുപോയി. ഭൂമിക്ക് ഇരിപ്പാൻ കഴിഞ്ഞല്ലോ, ഭൂകമ്പമുണ്ടായി. പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. ദൈവാലയത്തിലെ തിരശീല മേൽനോട്ട് ചിന്നിപ്പോയി. എവിടെയും നിശബ്ദത. തളം കെട്ടിയ അന്തരീക്ഷത്തിൽ പിതാവായ ദൈവം തന്റെ പുത്രനെ കൈവിട്ട് കളഞ്ഞു. ഇന്ന് രാത്രി ക്രൂശിക്കപ്പെട്ട കർത്താവിന് ഈ കൺവെൻഷന്റെ ആരംഭ രാത്രി ഞാൻ ഉയർത്തുകയാണ്. മാന്യസേകര, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി യേശു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. ഒരിക്കലും ഒരു സ്കൂളിൽ പേരൻസിനെ വെച്ചു. പിള്ളേരും പേരൻസും എല്ലാം കൂടെ കടന്നുപോയി. പേരൻസിന് സെപ്പറേറ്റ് മീറ്റിംഗ് ആയിരുന്നു. അവര് കുഞ്ഞുങ്ങൾ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുടെ മാതാവിന്റെ മുഖം വിരൂപമായിരുന്നു. അവരാ പെൺകുട്ടിയോട് പറഞ്ഞു, ഞങ്ങളുടെ എല്ലാം മമ്മിമാർ എത്ര സൗന്ദര്യമുള്ളവരാ, നിന്റെ മമ്മിയെ കണ്ടോ, മുഖമെല്ലാം വിരൂപമായിരിക്കുന്നെന്ന് പറഞ്ഞു. അവൾക്ക് വലിയ വിഷമം തോന്നി. അവളന്ന് വീട്ടിൽ ചെന്നു. മമ്മിയോട് പറഞ്ഞു, മമ്മി, ഇനിയും പേരൻസ് ഡേയിൽ ഡാഡി വന്നാൽ മതി, മമ്മി സ്കൂളിൽ വരണം, എനിക്ക് നാണക്കേടാ, മമ്മി വരുന്നത് നാണക്കേടാ, എല്ലാവരുടെയും മമ്മിമാർ എത്ര സൗന്ദര്യമുള്ളവരാ. അമ്മയ്ക്ക് വളരെ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്ന പോലെ ആ വാക്ക് തോന്നി. വൈകിട്ട് അത്താഴം കൊടുത്ത് കുഞ്ഞിനെ മടിയിലെടുത്ത്, കുഞ്ഞെ, ഞാൻ നിന്നോട് ഹിസ്റ്ററി എല്ലാം പറഞ്ഞിട്ടില്ല. ഞാൻ നിന്റെ പപ്പ എന്നെ കല്യാണം കഴിച്ച് ഗ്രാമത്തിൽ വരുമ്പോൾ എന്റെ മുടി അടിച്ചിട്ടാൽ നിലം വരെ വീഴുമായിരുന്നു. ഞാൻ നല്ല വെളുത്ത ശരീരമായിരുന്നു. നമുക്ക് സാമ്പത്തികമായി വലിയ പുരോഗതി ഒന്നുമില്ലായിരുന്നു. ഒരു ചെറ്റപ്പരയായിരുന്നു ഉണ്ടായിരുന്നത്. കല്യാണം കഴിച്ചുകൊണ്ട് നാളെ എന്നെ കാണാൻ ഈ നാട്ടുകാരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അത്ര സുന്ദരിയായിരുന്നു. നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് കൂലിവേല ചെയ്ത ആ കുഞ്ഞെ നിന്നെ ഞങ്ങൾ പുലർത്തിയത്. നീ ആദ്യത്തെ കൺമണിയാണ്. നിന്നെ ഞാൻ തൊട്ടിൽ ഉറക്കി കിടത്തിയിട്ട് ഞങ്ങൾ അയ്യത്ത് പോയി മറ്റാടെ വസ്തുവിൽ കപ്പയ്ക്ക് കളച്ചുകൊണ്ടൊക്കെ ഇരുന്ന അവസരത്തിൽ പെട്ടെന്നൊരു പുകയും ഒരു കരച്ചിലും ഒക്കെ കൂടെ കേൾക്കാം. നമ്മളെ അടുക്കളയുടെ ഭാഗത്തുനിന്ന് തീ പിടിച്ചു, പെരയ്ക്ക് മുഴുവൻ തീ പിടിച്ചു, നിന്റെ കരച്ചിലും കേൾക്കാം. കുഞ്ഞെ,
നിന്നോടുള്ള സ്നേഹ നിമിത്തമായി ഞാൻ ഓടി വന്നു നിന്നെ എന്നെ മാറുവോ, ഞാൻ ആ തീയെ വകവെക്കാൻ അകത്ത് കയറി, ഞാൻ നിന്നെ എന്നെ മാറുവോട് അടുപ്പിച്ചു. കുഞ്ഞേ, നിനക്കൊരു പൊള്ളൽ പോലും ഏറ്റില്ല. എന്റെ സാരിക്ക് തീ പിടിച്ചു, എന്റെ മുടി കംപ്ലീറ്റ് വങ്ങിപ്പോയി, എന്റെ മുഖമെല്ലാം പൊള്ളിപ്പോയി. കുഞ്ഞേ, നിനക്ക് വേണ്ടിയാണ് എന്റെ മുഖം ഇത്രമാത്രം വിരൂപമായത് എന്ന് പറഞ്ഞു. ആ മോൾ അമ്മയെ കെട്ടിപ്പിടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ മമ്മിയെ പോലെ സൗന്ദര്യമുള്ള ഒരാൾ ലോകത്തിലില്ല, എല്ലാ പേരൻസിനെയും മമ്മി വരണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഓർക്കണമേ, കാൽവരി ക്രൂശ് വിരൂപമായി, തേജസ്സുള്ളവൻ വിരൂപിയായി നമുക്ക് വേണ്ടി വരുമ്പോൾ നമ്മെ തേജസ് ഉടിപ്പിക്കേണ്ടതിന് വേണ്ടി അവൻ നമുക്ക് വേണ്ടി വിരൂപമായി തീർന്ന ദൈവകൃപയെ ഓർക്കുമ്പോൾ എന്റെ ഉള്ളം നന്ദി കൊണ്ട് നിറഞ്ഞ് ഞാൻ ദൈവത്തിന് സ്തോത്രം നൽകുന്നു. മാന്യസേന ഇരുവരെയും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ആരെങ്കിലും ദൈവനം കേൾക്കുന്നെങ്കിൽ കാൽവരിൽ കാണുക. നീ കാൽവരിൽ ഉയർത്തപ്പെട്ട കർത്താവിനെ കാണുക. നിന്റെ പാപത്തിന് പകരമായി യേശു മരിച്ച ദൈവസ്നേഹം നീ മനസ്സിലാക്കുക. നീ പാപിയായി തിരിച്ചു പോകരുത്. നിന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് എന്റെ യേശു മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപാടിക്കൊണ്ട് പാപത്തിന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം നമുക്കിടയാക്കുമാറാകട്ടെ. ദൈവപുത്രൻ നമ്മെ ദൈവപുത്രന്മാരാക്കേണ്ടി വേണ്ടി അവൻ മനുഷ്യപുത്രനായി തീർന്ന കഥ നാം ഓർക്കണം. എന്തിനു വേണ്ടിയാണ് നമ്മെ ആരാക്കണം? നമ്മെ ദൈവപുത്രന്മാരാക്കി. അങ്ങനെ ദൈവപുത്രന്മാരായി തീർന്ന സ്തോത്രം ചെയ്താട്ടോ പോരാ, സത്യ സ്തോത്രം ചെയ്താട്ടോ. അപ്പൊ ഓർക്കണമേ, നമ്മെ ദൈവപുത്രൻ എന്ന പേര് നമുക്ക് കിട്ടുവാൻ കാര്യം ദൈവപുത്രൻ നമുക്ക് വേണ്ടി മനുഷ്യപുത്രനായി തീർന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അടുത്തത്, സമ്പന്നനായിരുന്നവൻ ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും അറിയപ്പെടുന്ന എല്ലാ ഗോളങ്ങളെയും എന്റെ ദൈവത്തിൻ്റെതാണ്. അവൻ ഭൂമിയിൽ വന്ന് ദരിദ്രനായി തീർന്നു. സൈമൺ സാറ് പാടുന്നു, പട്ടിനുള്ള മൂല്യവസ്തു സൃഷ്ടി ചെയ്ത ദൈവം പശുത്തൊട്ടിൽ കിടക്കുന്ന കിച്ചമായ കിടപ്പ് കണ്ടുകൊണ്ട് ഞാൻ നിന്നെ നമിക്കുന്നു എന്ന്. എല്ലാരും വീട്ടിൽ പോകുമ്പോൾ യേശു രാത്രി ഒലിവുമലയ്ക്ക് പോകുമായിരുന്നു. അക്കരയ്ക്ക് പോകുവാൻ സ്വന്തമായി പടകില്ലാത്തതുകൊണ്ട് വല്ലവന്റെ മുക്കുവന്മാരുടെ ഉളുമ്പ് നാർന്ന പടകിൽ യാത്ര ചെയ്തു. അവന് സ്വന്തം വാഹനമൃഗമില്ലാത്തതുകൊണ്ട് വല്ലവന്റെ കഴുതപ്പുറത്ത് യാത്ര ചെയ്തു. പെസക ആചരിപ്പാൻ വീടില്ലാത്തതുകൊണ്ട് വല്ലവന്റെ വീട്ടിൽ പെസക ആചരിച്ചു. കരം കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞതുകൊണ്ട് വീടിന്റെ വായിലെ പൈസ കൊടുത്ത് കരം കൊടുത്തു. സമ്പന്നനായിരുന്നവൻ സ്വന്തം തോളിൽ തലയയച്ച് മരിച്ചു. അടക്കാൻ സ്വന്തം കല്ലറയില്ലാത്തതുകൊണ്ട് വല്ലവന്റെ കല്ലറയിൽ അടക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിസ്തുവിൽ നമ്മെ സമ്പന്നന്മാരാക്കേണ്ടത്. അവൻ ദരിദ്രനായി തീർന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തേജസ്സിലിരുന്നവൻ ദൂതന്മാർക്ക് പോലും നോക്കാൻ ഭയമായിരുന്നു. തേജസ്സിലിരുന്നവൻ വിരൂപിയായത് നമ്മെ തേജസ് ഉടിപ്പിക്കുവാൻ, ക്രിസ്തുവിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ, തേജസ് ഉടിപ്പിക്കുവാൻ അവൻ വിരൂപനായ ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഉന്നതൻ സ്വർഗത്തിലിരുന്നവൻ നമ്മെ ഉന്നതന്മാരാക്കുവാൻ അവൻ താഴ്ചയുള്ളവനായി തീർന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അതിനേക്കാളെല്ലാം മറ്റൊരു കാര്യം, നമ്മുടെ കർത്താവിനെ അറിയുന്ന ഏകജാതൻ തന്റെ ഏകജാതനാകുന്ന പുത്രൻ. എന്നാൽ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഏകജാതനല്ല, ആദ്യജാതൻ. ഞാന് ബോംബെ സഭാചാർജ് ഇരിക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു അച്ചായൻ മരിച്ചുപോയി, അമ്മാമ മരിച്ചുപോയി. 2 പിള്ളേരുണ്ട്. അച്ചായന് രണ്ടാമതും കൂടെ കല്യാണം കഴിച്ചാൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്. കാരണം പുള്ളി ഒരു രോഗിയൊക്കെയാണ്. ന്യായമായ കാര്യമായിരുന്നു. എന്നാൽ മക്കളെ വിളിച്ച് പെർമിഷൻ എടുക്കാനായിട്ട് മക്കളെ 2 പേരെയും വിളിച്ചു. മക്കളെ, ഡാഡിക്ക് സുഖമില്ല, നിങ്ങൾ കല്യാണം കഴിച്ചാൽ നിങ്ങളങ്ങ് പോകും. ഡാഡി ഒന്നുകൂടെ വിവാഹം കഴിക്കാൻ പോകും, നിങ്ങളുടെ അഭിപ്രായം ഉണ്ടോ? ഉടനെ മോൾ ഇങ്ങനെ പറഞ്ഞത്, ഡാഡി കല്യാണം കഴിക്കുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും എതിരില്ല, എന്നാൽ ഞങ്ങൾക്ക് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒന്നും വേണ്ട കേട്ടോ. നോക്കൂ, അപ്പന്റെ അവകാശം മറ്റു മക്കൾക്ക് ഷെയർ ചെയ്യാൻ അവർക്ക് ആഗ്രഹമില്ല. ഇവിടെ അവർ കർത്താവ് പിതാവായ ദൈവം പ്രതിഫലം കൊടുക്കുമ്പോൾ പുത്രൻ എന്തോ പ്രതിഫലമുണ്ടോ അതിന്റെ എല്ലാം കൂട്ടവകാശികളാണ് നമ്മളെല്ലാവരും. നോക്കിക്കോ, അപ്പൊ ഇത്രയും സഹോദരന്മാരെ കർത്താവിന്റെ സഹോദരന്മാരാക്കേണ്ടതിന് വേണ്ടി ആ ഏകജാതനായിരുന്നവൻ നമുക്ക് വേണ്ടി ആദ്യജാതനായിട്ടുള്ള ദൈവകൃപ ഓർക്കുമ്പോൾ നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമുക്കൊരു സ്തോത്രം ചെയ്യാം. എന്തിനു വേണ്ടിയാണ്? കർത്താവിനോടുകൂടെ കൂട്ടവകാശം നമുക്ക് ലഭിക്കേണ്ടി വേണ്ടി. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ കല്ലറയിൽ അടക്കി ഉയർക്കത്തിൽ നിന്നൊക്കെ അവർ പറഞ്ഞു. എന്നാൽ 3-ാം ദിവസം
റോമാഗണ്ഡിയെ തകർത്തുകൊണ്ട് കർത്താവ് ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ കർത്താവ് മരിച്ച കർത്താവല്ല, വിരൂപനായ കർത്താവല്ല, തേജസ്സിലിരിക്കുന്ന റോമാഗണ്ഡിയെ തകർത്തുകൊണ്ട് ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം സ്വർഗാരോഹണം ചെയ്ത് ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥേന ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത്തെ അറിവ് പൗലോസ് പറയുന്നു, 2 തിമോഥെയോസ് 1:12 വായിക്കണം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. രണ്ടാമത്തെ അറിവ് ഞാൻ വിശ്വസിച്ച ദൈവത്തെ കുറിച്ചുള്ള എന്റെ ഒരു അറിവ്. പ്രേക്ഷിലോ ഈ ദാനിയേൽ പ്രവർത്തിക്കുന്ന വാക്കുകൊണ്ട്, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അപ്പൊ നമുക്കെല്ലാവർക്കും ദൈവത്തെ കുറിച്ച് ഒരു ചെറിയ അറിവ് മാത്രമേ ഉള്ളൂ. യോബ് പോലും പറയുന്നത്, ഞാൻ ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ, എന്നാൽ ഇപ്പോൾ എന്റെ കണ്ണാൽ ഞാൻ എന്നെ കാണുന്നു. നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള അറിവ് എത്ര പറഞ്ഞാലും തീരത്തില്ല. എന്നാൽ ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ടതെല്ലാം പറഞ്ഞു പോകാമോ. നമ്മുടെ ദൈവം ആരാ, ഞാൻ വിശ്വസിച്ച ദൈവം ആരാ എന്നൊരു അറിവ് നമുക്കുണ്ടെങ്കിൽ, ഒന്നും ഞാൻ പറയാം, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉള്ളതിനെ പോലെ സകലത്തെയും വിളിച്ചു വരുത്തിയവനാണ് എന്റെ ദൈവം. ഒരാശാരിക്ക് മേശ ഉണ്ടാക്കാൻ തടി വേണം, ഉളി വേണം, ആര് വേണം. എന്നാൽ ഞാൻ പറയട്ടെ, ഒരു വസ്തുവില്ലാതിരിക്കെ ശൂന്യതയിൽ നിന്ന് ഉള്ളതിനെ പോലെ സകലത്തെയും വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവമാണ് എന്റെ ദൈവം. അതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സൂര്യൻ ഉണ്ടാകട്ടെ, ചന്ദ്രൻ ഉണ്ടാകട്ടെ, നക്ഷത്രങ്ങൾ ഉണ്ടാകട്ടെ, പക്ഷിമൃഗാദികൾ ഉണ്ടാകട്ടെ, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. എന്റെ ദൈവം ആരാണ്? ചെറിയ ദൈവമല്ല. ശൂന്യത്തിൽ നിന്ന് ഒന്നുമില്ലായ്മെന്ന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവം. 2, ഞാൻ ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മൾ വ്യാപരിക്കുന്ന ശക്തി കൊണ്ട് കഴിയുന്നവൻ. അപ്പച്ചൻ പറയാറുണ്ട്, നീ ഒരു തുള്ളി വെള്ളം ചോദിച്ചാൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ ഒരു മഹാസമുദ്രത്തെ തരുവാൻ കഴിയുന്നവനാണ് എന്റെ ദൈവം. അടുത്തത്, തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുന്നവൻ, ചാനുകൊണ്ട് ആകാശത്തിന് പരിമാണമെടുക്കുന്നവൻ, ഭൂമിയുടെ പൊടി നാടിയിൽ കൊള്ളിക്കുന്നവൻ, പർവ്വതങ്ങൾ വെള്ളിക്കോൾ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ. അപ്പൊ പർവ്വതങ്ങൾ തൂക്കുവാൻ കഴിയുന്ന ദൈവത്തിന്, മാന്യ സഹോദരി, നിന്റെ ഭാരം ഒരു വിഷയമാണോ? മാന്യ സഹോദര, നിന്റെ ഭാരം ഒരു വിഷയമാണോ? നീ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കോ, നമ്മുടെ ദൈവത്തിന് അതെല്ലാം കഴിയും. അടുത്തത്, ആകാശത്തിലെ നക്ഷത്രങ്ങളെയെല്ലാം സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുവൻ, അവയ്ക്കെല്ലാം പേർ ചൊല്ലി വിളിക്കുന്നവൻ. ഒരു ഗാലക്സിയിൽ എത്ര നക്ഷത്രം ഉണ്ടെന്ന് അറിയത്തില്ല, എത്ര ഗാലക്സി ഉണ്ടെന്ന് അറിയത്തില്ല. ഇതിനെല്ലാം എന്തോ വിളിക്കുന്നു. നമുക്കറിയാം, പിള്ളേർ 2 ജനിച്ച പേരിന് എന്തൊരു പ്രയാസമോ. പണ്ടൊരിക്കൽ ഒരാള് ആൺകുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചു, പെണ്ണ് കിട്ടി. അപ്പം നിധി, ആ കൊച്ചിന് നിധി എന്ന് പേരിടും. നിധി, കാരണം ദൈവം തന്നല്ലോ നിധി. രണ്ടാമതും ആൺകൊച്ചിന് വേണ്ടി ആഗ്രഹിച്ച പെണ്ണ് കിട്ടി. അപ്പൊ പുള്ളി എഴുതി വിധി, നമ്മുടെ വിധിയാ. മൂന്നാമതും ആൺകൊച്ചിന് വേണ്ടി ആഗ്രഹിച്ച് കിട്ടിയപ്പോ ഒരു പെൺകുഞ്ഞാണ് കിട്ടി. അപ്പൊ എഴുതി ഇട്ടു ചതി. വീണ്ടും നാലാമതും ഒരു ആൺകുഞ്ഞിന്, നാലാമതും പെൺകുഞ്ഞ് കിട്ടി. അപ്പൊ പറഞ്ഞു മതി. അപ്പൊ മനുഷ്യന് പേരിടാൻ പ്രയാസമോ. എന്നാൽ നിങ്ങൾ ഓർക്കണമേ, ഇത്രയും നക്ഷത്രങ്ങൾക്കും അതതിൻ്റെതാവുന്ന പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം. ഇവിടുന്ന് റോള വരെ പോയാൽ മനുഷ്യൻ നിയന്ത്രിക്കുന്ന ഇടിച്ചു കിടക്കനെ കാണാം. ഒരു നക്ഷത്രത്തിന്മേൽ കൂട്ടുമുട്ടാണ് വണ്ണം ഇതിനെല്ലാം നിയന്ത്രിക്കുന്നു ദൈവത്തിന്റെ അദൃശ്യ ശക്തിക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇനി അടുത്തത്, സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിന്റെ വ്യാപാര ശക്തി കൊണ്ട് കഴിയുന്നവൻ, വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാൻ ശക്തൻ. അബ്രഹാമിനോട് ചോദിച്ചത് ശരിയാണോ? ദേഹമെല്ലാം ചുക്കിച്ചുളിഞ്ഞ് പുത്രോത്പാദനത്തിലുള്ള ശക്തി നഷ്ടമായിട്ടും ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ അവൻ ശക്തനാണ്. എനിക്ക് അതൊക്കെ അങ്ങ് പറഞ്ഞാൽ കൊള്ളാൻ ആഗ്രഹം സമയമില്ലല്ലോ. പൗലോസ് പറയുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവൻ. അടുത്തത്, നമ്മുടെ അകൃത്യമൊക്കെയും മോചിക്കുന്നവൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാരം പാപഭാരമാണ്. വേറെ ഒരു ഭാരം അത്രയില്ല. നിന്റെ പാപഭാരം എത്ര വലുതായാലും നീ ഇങ്ങോട്ട് ദൈവത്തിന്റെ അടുക്കവോ,
നിന്റെ അകത്വം മുഴുവൻ അവൻ ക്ഷമിക്കും. അടുത്തത്, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നവൻ. ഡോക്ടറല്ല അവസാനം പറയേണ്ടത്, എന്റെ കർത്താവിന്റെ വാക്കാണ് അവസാനത്തെ വാക്ക്. ചില വിചാരിക്കും ചില രോഗങ്ങൾ അല്ല, എന്റെ യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയാത്ത ഒന്നുമില്ല. ഞാനിങ്ങനെ പറയാണ്ട്, കർത്താവ് ഉയർപ്പിച്ച നാല് കേസാ, അല്ല 3 കേസാ. ഒന്ന് യായിറോസിന്റെ മകളെ ചൂടങ്ങോട്ട് ആടിയത്, എപ്പോ വേണേ പറയാം ചൂടുണ്ടായിരുന്നു എന്ന് പറയാം. രണ്ടാമത്തെ നയിലെ വിധവയുടെ മകനെ അത് നേരത്തോട് നേരം കഴിഞ്ഞു, ആ കുറിച്ചുള്ള മോർച്ചറി ഇല്ലല്ലോ വന്നോ, നേരത്തോട് നേരം കഴിഞ്ഞു, ആ കേസ് കർത്താവ് ഉയർപ്പിച്ചു. മൂന്നാമത് നാറ്റം വെച്ച കേസ് 4 ദിവസമായി. ഏത് കേസും കർത്താവ് എടുക്കും. ചെറിയ കേസ് കൊടുക്കും, വലിയ കേസ് കൊടുക്കും, നാറ്റം വെച്ച കേസ് കൊടുക്കും, ഉപേക്ഷിച്ച കേസ് കൊടുക്കും. ഇന്ന് വന്ന ദൈവമല്ലേ, അവൻ നിന്നെ സകല 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 രോഗങ്ങളെയും സൗഖ്യമാക്കുന്നവരാണ്. ഹല്ലേലൂയ. അടുത്തത്, നമ്മിൽ സകല കൃപയും പെരുക്കുവാൻ അവൻ ശക്തനാണ്. നീ പ്രവചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, രോഗശാന്തി വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, വ്യാഖ്യാന വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ സകല കൃപയും പെരുക്കുവാൻ അവനാരാണ്? അവൻ ശക്തനാണ്. അടുത്തത്, അസാധ്യങ്ങളെ മുഴുവൻ, വിൽസമ്മോസ് പറഞ്ഞു, അസാധ്യങ്ങളെ മുഴുവൻ നമുക്ക് അസാധ്യമുള്ളതല്ല വാഴയെടുക്ക കൊടുത്തേരെ. മോശ പറഞ്ഞു, നിങ്ങൾക്ക് തീർക്കാവുന്ന കാര്യം നിങ്ങളങ്ങ് തീർക്ക്, നിങ്ങൾക്ക് വയ്യാത്തല്ലേ മുന്നോട്ട് കൊണ്ടുപോവാ. നിന്റെ ഭാരമുള്ള വിഷയം, നിന്റെ ജോലി കാര്യം, വീസായുടെ കാര്യം ഭാരപ്പെടരുത്. നീ നീറിപ്പോകേണ്ട. നിന്റെ അസാധ്യങ്ങളെ മുഴുവൻ സാധ്യമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നതോട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അടുത്തത്, ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതിയും തരുവാൻ കഴിയുന്നവൻ. നിന്റെ ദുഃഖമെല്ലാം മാറ്റി നിനക്ക് സന്തോഷം തരുവാൻ കഴിയുന്നവൻ. അടുത്തത്, എന്റെ വിലാപത്തെ നൃത്തമാക്കുവാൻ കഴിയുന്നവൻ. നീ കരയേണ്ട സ്ഥാനത്ത്, ദുഃഖിക്കേണ്ട സ്ഥാനത്ത് അതിനെ നൃത്തമാക്കി മാറ്റുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. അടുത്തത്, എന്റെ ശാപത്തെ, ഏതെല്ലാം ശാപമുണ്ടോ പേടിക്കണ്ട, അതിനെയെല്ലാം ബിലിയാമിന്റെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അടുത്തത്, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം. എന്തിനാ പേടിക്കുന്നത്? നിന്റെ അനുഭാവനോട് പറയണോ, അവൻ ഇടപെടും. ഏത് കാര്യമാണ് നിനക്ക് വേണ്ടിയത്? നീ ആ വാക്യം വെച്ചോണ്ട് പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നവൻ. രാജാക്കന്മാരുടെ ഹൃദയത്ത് നീർത്തോട് കണക്ക് നിനക്കനുകൂലമായി ചലിപ്പിക്കാൻ കഴിയുന്നവൻ. എസ്തേറിന്റെ പ്രാർത്ഥനയിൽ, മൊർദെഖായിയുടെ പ്രാർത്ഥനയിൽ രാജനിയമം പോലും മാറ്റി എഴുതുവാൻ കഴിയുന്ന ദൈവത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നീ എന്തിനാ ഭയപ്പെടുന്നത്? രാജാക്കന്മാരുടെ ഹൃദയം പോലും നീർത്തോട് കണക്ക് മാറ്റുവാൻ കഴിയുന്നവൻ. അടുത്തത്, സകലത്തെയും തന്റെ ശക്തിയുള്ള വൈരത്താൽ വഹിക്കുന്നവൻ. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. അടുത്തത്, സകലവും വലുതാക്കുന്നവനും ശക്തീകരിക്കുന്നവനും അവനാ. ചെറുതുമാരി കർത്താവ് വലുതാക്കും. കൈപ്പത്തുള്ള മേഘമേ കണ്ടുള്ളൂ, പക്ഷെ ഏലിയാവ് വലിയ മഴയുടെ മുഴക്കം കേട്ടു. ചെറിയൊരു അനുഗ്രഹം കണ്ടാൽ നിരാശപ്പെടരുത്. സകലത്തെയും വലുതാക്കുവാൻ ആർക്ക് കഴിയും? എന്റെ ദൈവത്തിന് കഴിയുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്തത്, എല്ലാവർക്കും ജീവനും ശ്വാസവും കൊടുക്കുന്നവൻ, നിർണയിച്ചതുപോലെ നിവർത്തിപ്പാൻ കഴിയുന്നവൻ. കർത്താവിനെ അടക്കി ഉയർക്കാതിരിപ്പാൻ റോമ ഗവൺമെന്റ് ഇടപെട്ടത്. ഇമ്മീരിയൽ മുദ്ര പതിപ്പിച്ചു, പട്ടാളത്തെ കാവലാക്കി, കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നാൽ സ്വർഗം പറഞ്ഞു, ഞാനൊരു കാര്യം നിർണയിച്ചു, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. രാജ്യങ്ങൾ ഇടപെട്ടാലും എന്റെ ദൈവം നിർണയിച്ച് നടത്തിയെടുക്കുവാൻ കഴിയുന്ന ദൈവത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അടുത്തത്, സകലവും അറിയുന്നവൻ, പിന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പാൻ. യോസഫിനെ വിറ്റു, എന്നെ പേടിക്കണ്ട. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. അടുത്തത്, ചെങ്കടലിലും യോർദാനിലും വഴിയൊരുക്കുവാൻ കഴിയുന്നവൻ. ചെങ്കടലിൽ എവിടെ വഴി? നീ പേടിക്കണ്ട. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ വഴി ഇല്ലാത്തടത്തൂടെ വഴി തുറക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. അടുത്തത്, പർവ്വതങ്ങളെ, നിനക്ക് പ്രാപിപ്പാൻ കഴിയാത്ത പർവ്വതങ്ങളെ കൃപ എന്നെ ആണിക്കല്ല് കയറ്റി സമഭൂമിയാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിനായ സ്തോത്രം ചെയ്യുന്നു. എന്തിനാ പേടിക്കുന്നത്? പർവ്വതം മാറാൻ പ്രയാസമല്ലേ? നീ അവന്റെ കരങ്ങൾ ഏൽപ്പിക്കോ.
കൃപ നാണിക്കല്ല് കയറ്റി അവൻ സമഭൂമിയാക്കി മാറ്റും. ആകാശത്തിന്റെ കിളിവാതുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോഴും അനുഗ്രഹിപ്പോൾ ശക്തൻ. ഈ എങ്ങനെ ഈ സമയം കൊണ്ട് തീർക്കുമെന്ന് എനിക്കറിയത്തില്ല. ആകാശത്തിന്റെ കിളിവാതുകളെ തുറന്ന് സ്വർഗത്തിന്റെ ശ്രീഭണ്ഡാരം തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോഴും അനുഗ്രഹിക്കുന്നവൻ. നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി അനുഗ്രഹിക്കുന്നവൻ. ബൈബിളിലെ വാക്യമായതെല്ലാം നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം ഞാൻ എന്ത് ചെയ്യും? വിളിച്ചു വരുത്തി അനുഗ്രഹിക്കുന്നവൻ. അടുത്തത് മരുഭൂമിയിൽ മേശ ഒരുക്കുന്നവൻ. മരുഭൂമിയിൽ എവിടെ സൂപ്പർ മാർക്കറ്റ്? മരുഭൂമിയിൽ എവിടെ ജൗളിക്കട? ഇസ്രായേൽ ജനം യാത്ര ചെയ്തപ്പോൾ അവരുടെ വസ്ത്രം പഴകിയില്ല. എന്റെ ഭാഷയെ പറഞ്ഞാൽ ഇറങ്ങിയപ്പോ 2 വയസ്സ്, കനാനോട് അടുക്കാറായപ്പോ 42 വയസ്സ്. ഇട്ട നിക്കറ് വളർന്നുകൊണ്ടിരിക്കുക. മരുഭൂമി തയ്യക്കടയുണ്ട്. അവിടെ കാല് വീക്കിയില്ല. ശക്തന്മാരുടെ ആകാരം, പാറയിലെ വെള്ളം. നോക്കിക്കോ, എന്റെ ദൈവം മരുഭൂമി നിനക്ക് വേണ്ടി കരുതുവാൻ കഴിയുന്ന ദൈവമാണെങ്കിൽ എന്തിനാ പേടിക്കുന്നത്? ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് നമുക്കെതിരായി കുഴി കുഴിക്കുന്നവരെ അതേ കുഴിയിൽ ഇടുന്നവൻ. എത്രയോ ആമാന്റെ കാര്യമൊക്കെ അറിയാമല്ലോ, അതൊക്കെ പറയാൻ സമയമില്ല. നമ്മുടെ മരുഭൂമികളെ മലർവാടിയാക്കി മാറ്റുവാൻ കഴിയുന്നവൻ. താമ്രവാദികളെ തകർത്ത് ഇരുമോടാമ്പുകളെ ഖണ്ഡിച്ച് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മരമുടകളെ ഗുപ്തനിധികളെയും തരുവാൻ കഴിയുന്നവൻ. താമ്രവാദിയൊക്കെ തകർക്കാൻ എന്തൊരു പാടാ. നീ പേടിക്കണ്ട, എന്റെ ദൈവത്തിന് പ്രയാസമൊന്നുമില്ല. എന്റെ പ്രാർത്ഥനയും യാത്രയും കേൾക്കുന്നവൻ, എന്റെ കച്ചറയും കണ്ണുനീരും കാണുന്നവൻ, തീയുടെ നടുവിലും സിംഹത്തിന്റെ ഗുഹയിലും കാരാഗ്രഹത്തിലും എന്റെ വിടുതലായി ഇറങ്ങി വരുന്നവൻ. എന്താ സ്വതന്ത്രം പറയത്തെന്താ? ഞാൻ സേവിക്കുന്ന ദൈവമാ, ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ ഗുണമാണ് ഞാൻ ഈ പറയുന്നത്. അടുത്തത് വാർദ്ധക്യം വരെയുള്ള കാലത്തും ഉപേക്ഷിക്കാത്തവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ലോകാവസ്ഥാനത്തോളം കൂടെയിരിക്കുന്നവൻ, വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സമ്പർശങ്ങളെ മടക്കി തരുത്തുവാൻ കഴിയുന്നവൻ. അനേകരുടെ പിടിക്കുക എനിക്കറിയാം. അനേകരുടെ നന്മ ഇവിടെ വന്ന് നഷ്ടപ്പെട്ടു പോയി. നീ പേടിക്കരുതോ, നീ വാക്യം വെച്ചോണ്ട് പ്രാർത്ഥിക്ക. എന്റെ ദൈവം ആരാണ്? തുള്ളൻ തിന്നലോ പച്ചപ്പുഴു തിന്നലോ വിട്ടിൽ തിന്നലോ എല്ലാം മടക്കി തരുവാൻ കഴിയുന്ന ദൈവം. അടുത്തത് കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ ഉത്തരം തരുവാൻ കഴിയുന്നവൻ. നിങ്ങൾക്കറിയാം, കാട്ടിൽ സിംഹത്തിന് പോലും പേടിയാ കാട്ടുപോത്തിനെ. അതിന്റെ മുമ്പിൽ പെട്ടാൽ രക്ഷയില്ല, കൊമ്പിന്റെ ഇടയിൽ പെട്ടാൽ ഒട്ടും രക്ഷയില്ല. എന്നാ നീ ഓർക്കണമേ, നീ സേവിക്കുന്ന ദൈവം കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നിനക്ക് ഉത്തരം തരുന്നവൻ. കാറ്റിനെ തന്റെ മുച്ചയിൽ പിടിച്ചടക്കവൻ, കടലും കരയും ഉണ്ടാക്കിയവൻ, പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് ഒരുക്കുന്ന ദൈവം. ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ ഇറങ്ങി വരുന്നവൻ, മാറായെ മധുരമാക്കുന്നവൻ, എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കുന്നവൻ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവൻ. നീ ഞാൻ വീഴാനവണ്ണം നിങ്ങളെ സൂക്ഷിച്ചു കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ ദൈവന്മാരെ നിർത്തുവാൻ കഴിയുന്നവരെയാണ് ഞാൻ സേവിക്കുന്നത്. അതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അവൻ ആരാണ്? പ്രവാചകന്മാരെക്കാളും ദൂതന്മാരെക്കാളും ശ്രേഷ്ഠൻ, മോശയേക്കാൾ ശ്രേഷ്ഠൻ, യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠൻ, മൽക്കീസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ, പഴയ നിയമ സൂചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, പഴയ നിയമ കൂടാരത്തേക്കാൾ ശ്രേഷ്ഠൻ, യാക്കോബിനേക്കാൾ വലിയവൻ, ദൈവാലയത്തേക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ, യോനയേക്കാൾ വലിയവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ഒരു സ്തോത്രം പറഞ്ഞാട്ടോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനത്തിന് ഏറ്റവും പറ്റിയ കുഴപ്പം, മരുഭൂമിയിൽ പാറയടിച്ച് വെള്ളം പുറപ്പെട്ടു, സത്യം. അപ്പം തിന്നു, സത്യം. എന്നാൽ ഇറച്ചൂടെ തരുവാൻ അതിന്റെ മൂലഭാഷയിലും ഇംഗ്ലീഷിലും ഇങ്ങനെ അവർ ദൈവത്തെ ലിമിറ്റ് ചെയ്തു. അപ്പം കൂടെ തരുവാൻ ദൈവത്തിന്, ഞാൻ ഈ രാത്രി ദൈവാത്മാവിൽ ഓർപ്പിക്കട്ടെ, നീ ദൈവത്തെ ലിമിറ്റ് ചെയ്യരുതോ. എന്റെ ദൈവത്തെ നീ ലിമിറ്റ് ചെയ്യരുതോ. എന്റെ ദൈവത്തെ നീ ലിമിറ്റ് ചെയ്യരുതോ. നമ്മുടെ ദൈവം ആരാണ്? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ പ്രസംഗം നടത്താൻ പോവാ. ഒരിക്കലും ഒരു രാജാവിന് 5 സൈന്യാധിപന്മാരുണ്ടായിരുന്നു. ഒരു യുദ്ധം ചോദിച്ചു വന്നപ്പോൾ രാജാവ് ചോദിച്ചു, നിങ്ങൾ ചോദിക്കുന്നത് എന്ത് പറയുന്ന തരാമെന്ന് പറഞ്ഞു. ഒന്നാമത്തെ വന്ന് ചോദിച്ചു, രാജാവിന്റെ മൂത്ത മോളെ എനിക്ക് കല്യാണം കഴിച്ചാണെന്ന് പറഞ്ഞു.
രാജാവ് കല്യാണം കഴിച്ചു കൊടുത്തു. രണ്ടാമത്തെ വന്ന് പറഞ്ഞു എനിക്കൊരു വീടില്ല, നല്ലൊരു വീട് വെച്ചാണെന്ന് പറഞ്ഞു, വീട് വെച്ചു കൊടുത്തു. മൂന്നാമത്തെ പറഞ്ഞു എന്റെ വീട്ടിലോട്ട് പോകാൻ വഴിയില്ല, എനിക്കൊരു വഴി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു, അവന് വഴി ഉണ്ടാക്കി കൊടുത്തു. നാലാമത്തെ വന്ന് പറഞ്ഞു എനിക്ക് ബാങ്ക് ബാലൻസിലെ പണമില്ല, അതുകൊണ്ട് കുറെ പണം ബാങ്കിൽ തരണമെന്ന് പറഞ്ഞു. അഞ്ചാമത്തെ വന്ന് പറഞ്ഞു ഒന്നും എനിക്ക് വേണ്ട, രാജാവ് 1 മാസം എന്നോടൊന്ന് താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. 1 മാസം എന്നോടൊന്ന് താമസിച്ചാൽ മതി. അപ്പൊ ഇവന്റെ വീട് ചറ്റപ്പറയാ. അപ്പൊ രാജാവ് ഒരു വലിയ വീട് വെച്ചു കൊടുത്തു. ഇവന്റെ വീട്ടിലോട്ട് പോകാൻ വഴിയില്ല, രാജാവ് നല്ലൊരു റോഡ് പണിത് കൊടുത്തു. ഇവന്റെ ബാങ്കിൽ ബാലൻസ് ഇല്ല, നല്ലൊരു എമൗണ്ട് വെച്ചു കൊടുത്തു. രാജാവ് പിന്നെ ഭക്ഷണം കഴിക്കുന്ന മോള് കുക്ക് ചെയ്ത് ഇളയ മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ആര് കൂടെ നിന്ന് നിർത്തും? രാജാവ് 1 മാസം കൂടെ വന്നാൽ മതി. ഈ അനുഗ്രഹങ്ങളെല്ലാം ആർക്കാം? ഈ അനുഗ്രഹങ്ങളെല്ലാം ആർക്കാം? കർത്താവ് കൂടെ വസിക്കുന്നവന്, കർത്താവ് കൂടെ വസിക്കുന്നവന്. ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നത്? മറ്റുള്ളവരെ പോലെയല്ല. എന്റെ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ മുഴുവൻ അനുഗ്രഹം ദൈവം നമുക്ക് തന്നതുകൊണ്ട് ഞാൻ തിരുനാമത്തെ വാഴ്ത്തുന്നു. ഒരിക്കലും ഒരു ധനവാൻ വിവാഹം കഴിച്ചു, ഒറ്റ മോൻ, ഏകമകൻ, ഭയങ്കര ധനവാൻ. ഭാര്യയ്ക്കൊരു അസുഖം പെട്ടെന്ന് മരിച്ചുപോയി. ഈ മോന് മരിച്ചുപോയി, ഈ വീട്ടുകാരന് മരിച്ചു. തന്റെ വസ്തുക്കൾ ഗവൺമെന്റ് കണ്ടുകെട്ടി ഏലത്തിൽ വെച്ചു. പണക്കാരെല്ലാം വന്ന് ധനവാന്റെ കാറ്, വീട്, എസ്റ്റേറ്റ് എല്ലാം മേടിച്ചു. ഒടുവിൽ നോക്കിയപ്പോൾ ഈ മരിച്ചുപോയ കുഞ്ഞിന്റെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ മേടിക്കാൻ ആരുമില്ല. ഈ കുഞ്ഞിനെ നോക്കി ഒരു വേലക്കാരി അതിനടുത്തുണ്ടായിരുന്നു. അവിടെ സ്വല്പം പൈസ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ എനിക്ക് അന്നേരം ഞാൻ എടുത്തോളാം. ആ ചില്ലറ പൈസയ്ക്ക് ഫോട്ടോ മേടിച്ചോണ്ട് പോയി. അവൾ അവിടെ ചെന്നപ്പോൾ ആ ഫോട്ടോയോട് മുഴുവൻ ചെലന്തി വല പിടിച്ചിരിക്കുക. അവൾ ആ ചെലന്തി വലയെല്ലാം തല്ലി തുടച്ചു. അതിന്റെ പുറമെ നടക്കുമ്പോൾ ഒരു പേപ്പർ താഴെ വന്നു. ധനവാന്റെ വിൽപത്രമായിരുന്നു. അതിനകത്ത് എഴുതിയേക്കുന്നു, എന്റെ മകന്റെ ഫോട്ടോ മേടിക്കാൻ ആര് തയ്യാറാകുമോ അവർക്കാണ് ഈ വസ്തുവകൾ മുഴുവൻ. ഓടിപ്പോയി വക്കീലിനെ കണ്ടു, വിറ്റതെല്ലാം തിരിച്ചെടുത്തു. അവൾ വലിയ സമ്പന്നയായി. ഇന്ന് രാത്രി ഒരു കാര്യം ഏൽപ്പിക്കട്ടെ, അനുഗ്രഹങ്ങൾ മുഴുവൻ നമുക്കുള്ളതാണ്. പുത്രനെ ആര് കൈക്കൊള്ളുമോ, പുത്രനെ ആര് സ്വീകരിക്കുമോ അവർക്കാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം ഉള്ളത്. ഇന്ന് രാത്രി വന്ന നീ പുത്രനെ കൊണ്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. നമുക്ക് എല്ലാവർക്കും ആരും പോകരുത്. ആശീർവാദം കഴിയാൽ ആരും പോകരുത്. സാറുമാരും കൂട്ടുന്നൊരു പാട്ട് പാടാനായിട്ട് തയ്യാറായിട്ട് ആര് പുത്രനെ കൈക്കൊള്ളുന്നവര് ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവം വരും. പുത്രനുമായിട്ട് ഇന്ന് രാത്രി വീട്ടിൽ കടന്നു പോകുന്നു. നമുക്കെല്ലാവരുടെ കരങ്ങളെ അടിച്ച് ചേർന്ന് പാടി ദൈവത്തെ മാത്രം വന്നാട്ട് സാറുമാരും കൂട്ടുന്ന പാടിയാട്ട് പെട്ടെന്ന് പാടിയാട്ട് എല്ലാവരുടെ കര ആരും കൈയടിക്കാതിരിക്കുന്നത്. എന്റെ ദൈവം ആരാണ്? എനിക്ക് വേണ്ടി പ്രവർത്തിപ്പോ ശക്തനാകുന്ന ദൈവം. ആ ദൈവത്തെ എല്ലാവരും കരങ്ങളെ അടുത്ത് പാടി ദൈവത്തെ മാത്രപ്പെടുത്താം. Praise God. പെട്ടെന്ന് പാടിയാട്ടെ സഹോദരന്മാരെ. Thank you Jesus. Hallelujah. സോദര നീ ഒരുങ്ങിയതാ ലോകം വരുത്തി